ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗിരീഷ് പറഞ്ഞ വ്യക്തിയും കൂടിയിട്ടാണ് എന്നെ പാറയിൽ വെച്ച് എന്നെ അടിച്ചത്. അവിടെ നിന്ന് അടിച്ചിട്ട് വണ്ടിയിൽ കയറ്റി എന്നെ കൊണ്ടുപോയി. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് ഒകരപ്പള്ളം പറഞ്ഞ സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഒകരപ്പള്ളം കൊണ്ടുപോയിട്ട് അവൻ്റെ ചെറിയമ്മൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോയത്. അവിടെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന അവൻ്റെ അമ്മയും മറ്റോ കുറേ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു പറഞ്ഞാൽ വെച്ചാൽ റോട്ടിലിട്ടിട്ട് ഫുള്ളായി ചവിട്ടി പിടിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് വലിച്ചഴച്ചിട്ട് ഡ്രസ്സ് ഊരി ട്രൗസർ മുണ്ടൊക്കെ വലിച്ചു ഊരി ജട്ടി ഊരിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം വന്നിട്ട് ജട്ടി എടുത്ത് തന്നെ മുഖത്തെറിഞ്ഞിട്ട് ഇടറ പറഞ്ഞു അനാവശ്യ വാക്കുകൾ ഒരുപാട് ഉപയോഗിച്ചു. എന്നിട്ട് അതെടുത്ത് ഇട്ടിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അവിടെ 10-200 കിലോമീറ്ററിന് മേലെ ഉണ്ട് അവൻ്റെ ശ്രീകേഷിൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് ശ്രീകേഷിൻ്റെ അമ്മയും ഗിരീഷും ഇവരെല്ലാവരും ചേർന്നിട്ട് അവൻ്റെ വീട്ടിനെ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുന്നും അടിച്ചു. അവിടെ നിന്ന് അടിച്ചിട്ട് അവിടെ നിന്ന് അതിന് ശേഷം പോസ്റ്റിൽ എൻ്റെ മുണ്ട് വെച്ച് പോസ്റ്റിൽ ബാക്കിൽ കെട്ടി, കൈ ഫുള്ളായിട്ട് ബാക്കിൽ കെട്ടിയിട്ടാണ് ഇടിക്കലും കാലുകൊണ്ട് ചവിട്ടലും പിടിക്കലും എല്ലാം ആയിരുന്നു. ഒരുപാട് ഉപദ്രവിച്ചു നല്ല പോലെ. ഫസ്റ്റ് അവർ വന്നിട്ട് പൈസൻ്റെ കാര്യത്തിന് വേണ്ട ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ രണ്ടാം പ്രാവശ്യം പറഞ്ഞത് അവൻ്റെ വീട് വീട്ടിലെ തല്ലി പൊളിച്ചു, വണ്ടി കത്തിച്ചു, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാനില്ല, അതൊരു വേറെ വ്യക്തിയാണ് ഉള്ളത്. ഇത് അതിൻ്റെ പേരിലാണ് എന്നെ പിടിച്ചിട്ട് അടിക്കലും പിടിക്കലും ഒരുപാട് സംഭവിച്ചത് തന്നെ. എനിക്കിപ്പോഴടക്കം എനിക്ക് ശരീരം മൊത്തത്തിൽ വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് ഒരു 4 ലക്ഷം രൂപ എൻ്റെ അടുത്ത് മേടിച്ചിട്ടുണ്ട്. ഞാൻ 4 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അവന് ഡോക്യുമെൻ്റ് അവൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡോക്യുമെൻ്റ് അവന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. എൻ്റെ ചെയ്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പേരിൽ ഞാൻ 2-3 തവണയായിട്ട് ഞാൻ കാശ് കൊടുത്തിട്ടുമുണ്ട് അവന്. അതിനുള്ള തെളിവൊന്നുമില്ല. കയ്യിലെ വന്ന് മേടിച്ചത്, അക്കൗണ്ടിലൊന്നുമല്ല, കയ്യിലെ വന്ന് മേടിച്ചിട്ട് പോയത്. എന്നിട്ട് ഈ അടിച്ച ഇതിൽ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭീഷണികളുണ്ടായിരുന്നു. അതായത് കൊണ്ട് കേസ് കൊടുക്കുക ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ അതിനെ തല്ലും കൊല്ലും പറഞ്ഞിട്ട് വയസ്സായ അമ്മനെയാണ് അവിടെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എന്നിട്ട് ഞാൻ കേസ് കൊടുത്തു. എനിക്ക് ഒരുപാട് പറ്റാണ്ടായപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിക്കലും പിന്നെ കേസ് കൊടുക്കലും പിടിക്കലായത്.